നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം നമ്മളിത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണെന്ന് നിസ്സംശയം പറയാം. വരൾച്ചയിലൂടെയോ വെള്ളപ്പൊക്കത്തിലൂടെയോ ചുഴലിക്കാറ്റിലൂടെയോ ഒക്കെ അത് ഓരോ രാജ്യത്തും ഓരോ വിധത്തിൽ നാശം വിതച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചില ജനവിഭാഗങ്ങളെ തന്നെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ അത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റത്തിന് ഇരകളായി മാറുന്നത് കൊച്ചു പെൺകുട്ടികളാണ്. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റം അവരെ മൺസൂൺ വധുക്കളാക്കി മാറ്റാനാണ് നിർബന്ധിക്കുന്നത്. 2022 പ്രളയത്തിന് ശേഷമാണ് പാകിസ്ഥാനിൽ ഇത്തരമൊരു മോശം ട്രെൻഡ് ആരംഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത വെറും 10-11 വയസ്സിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുന്നതാണ് മൺസൂൺ വധു എന്ന സാഹചര്യം. മൺസൂൺ കാലം വരുത്തിവെക്കുന്ന ജീവിത പ്രാരാബ്ദങ്ങളെ മറികടക്കാൻ വിവാഹം ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികളെ അവിടെ മൺസൂൺ വധുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന സമ്മർ മൺസൂൺ കാലം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പാകിസ്ഥാനിലെ കർഷകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന സമയമായിരുന്നു. വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഈ കാലാവസ്ഥയിലായിരുന്നു പല പ്രദേശങ്ങളിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം പിടിമുറുക്കിയതോടെ മൺസൂണിന്റെ ഭാവം തന്നെ മാറി. അതിശക്തമായ മഴ ജനജീവിതം ദുരിതത്തിലാക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്ന് മാത്രമല്ല, സാധാരണയിലും അധിക ദിവസങ്ങളോ ആഴ്ചകളോ മഴ നീണ്ടു നിൽക്കുന്നത് കൃഷിയിടങ്ങളിൽ വലിയ ദോഷങ്ങൾ വരുത്തിവെക്കുന്നു. മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കവും ഈ കാലയളവിൽ നിത്യസംഭവമാണ്. കഷ്ടപ്പെട്ട് കാത്തുപരിപാലിക്കുന്ന വിളകൾ കൺമുന്നിൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്ന കാഴ്ച കർഷകന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കൃഷിയിടങ്ങളും വീടും സകലതും നഷ്ടപ്പെട്ട് വിധിയെ പഴിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ജനങ്ങളുടേത്. 2022 പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാത്തവർ ഇനിയും ബാക്കിയുണ്ട്. കുടുംബത്തിന് ആഹാരം പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ ചെറിയ പ്രായത്തിലുള്ള പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് വിടുക എന്നത് മാത്രമാണ് പല മാതാപിതാക്കൾക്കും മുന്നിലുള്ള ഏക വഴി. ഒരു കാലത്ത് ശൈശവ വിവാഹങ്ങൾ ഏറെ നടന്നിരുന്ന പ്രദേശങ്ങളിൽ പോലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ പുരോഗമനപരമായ പല മാറ്റങ്ങൾ വന്നിരുന്നെങ്കിലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഇത്തരം സാഹചര്യം നിർബന്ധിതരാക്കുകയാണ്. പ്രത്യേകിച്ച് സിന്ധ് പ്രവിശ്യയിലെ ചില ഗ്രാമങ്ങളിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് പകരമായി 2.5 ലക്ഷം പാകിസ്ഥാൻ രൂപ വരെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വരനും കുടുംബവും പ്രതിഫലമായി നൽകാറുണ്ട്. 13-ാം വയസ്സിൽ തന്നേക്കാൾ പ്രായം കൂടിയ ആരെന്നറിയാത്ത ഒരാളെ വിവാഹം കഴിച്ച് 15-ാം വയസ്സിൽ അമ്മയാകേണ്ടി വന്ന ആസിഫ എന്ന പെൺകുട്ടിയുടെ അവസ്ഥ അടുത്തിടെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് പാറിപ്പറന്ന് സന്തോഷത്തോടെ നടക്കേണ്ടിയിരുന്ന തൻ്റെ കുട്ടിക്കാലമായിരുന്നു. ആസിഫയ്ക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് അവളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കൃഷിക്കാരായ മാതാപിതാക്കൾക്കും 3 കുട്ടികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവളെ വിവാഹം കഴിപ്പിച്ച് നൽകി പകരം പണം വാങ്ങുക എന്നല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. ആസിഫയെ പോലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹങ്ങളിൽ വലിയൊരു പങ്കും മെയ്-ജൂൺ മാസങ്ങളിലാണ് നടക്കുന്നത്. ആ സമയം തിരഞ്ഞെടുക്കുന്നത് പോലും മൺസൂൺ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വരുന്ന പേമാരിയിൽ നിന്ന് നാശനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചാണ് വിവാഹങ്ങൾ നടക്കുന്നതെന്ന് ഈ ഒരു സമയം തന്നെ സൂചിപ്പിക്കുന്നു. 2022 മഴയ്ക്ക് മുമ്പ് ഈ പ്രദേശത്ത് പെൺകുട്ടികൾ ഇത്ര ചെറുപ്പത്തിൽ വിവാഹം കഴിക്കില്ലായിരുന്നു. അത്തരം കേസുകൾ തന്നെ അപൂർവമായിരുന്നു. തടിക്കട്ടിലുകൾക്ക് വേണ്ടി കയറുണ്ടാക്കുന്നതിനും കൃഷിഭൂമിയിൽ പണിയെടുക്കാനും ഒക്കെ പെൺകുട്ടികൾ മാതാപിതാക്കളെ സഹായിച്ചിരുന്നു എന്ന് സുജാക് സൻസാർ എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപക നേതാവായ മഷൂഖ് ബ്രഹ്മാനി പറയുന്നു. നിയമപ്രകാരം പാകിസ്ഥാനിലെ ആൺകുട്ടികളുടെ വിവാഹപ്രായം 18-ഉം പെൺകുട്ടികളുടേത് 16-ഉമാണ്. പ്രവിശ്യകളനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുന്നുണ്ട്. 2014 ഏപ്രിലിൽ സിന്ധ് അസംബ്ലി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുറഞ്ഞ പ്രായം 18 ആക്കി മാറ്റിയിരുന്നു. എന്നാൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വളരെ അപൂർവമാണ്. അതിന്റെ ഫലമായി ശൈശവ വിവാഹങ്ങൾ വളരെ കൂടുന്നുമുണ്ട്. 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ ആഗോളതലത്തിൽ 6-ാം സ്ഥാനത്താണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും പെൺകുട്ടികളെ വളരെ പ്രായമുള്ള പുരുഷന്മാർക്കാണ് വിവാഹം കഴിപ്പിച്ച് നൽകുന്നത്. എന്നാൽ ഇവരുടെ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് ഭയാനകമായ മറ്റൊരു വസ്തുത. ഭൂരിഭാഗം ആളുകളും വധുവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള പണം വായ്പയെടുത്താണ് സ്വരൂപിക്കുന്നത്. ഇതിന്റെ ഫലമായി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കടബാധ്യത മൂലം ഭർത്താവിനോടൊത്തുള്ള ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ജോലിയോ നിവൃത്തിക്ക് മറ്റു വഴികളോ ഇല്ലാതെ ജീവിതം വഴിമുട്ടി കൈക്കുഞ്ഞുങ്ങളുമായി തിരികെ മാതാപിതാക്കൾക്കരികിലേക്ക് തന്നെ ചെറുപ്രായത്തിൽ തന്നെ മടങ്ങുന്ന പെൺകുട്ടികളും പാകിസ്ഥാനിൽ നിരവധിയാണ്.